ഞങ്ങൾ രണ്ടാൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് ആദ്യം പറയുന്നത് ഈ നാടിന്റെ സമാധാനത്തിനും താല്പര്യത്തിനും അല്ലെങ്കിൽ നാടിന്റെ താല്പര്യത്തിനും വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾ പോലീസിൽ നിന്ന് അകന്നു നിൽക്കണം, അവിടെ സംഘർഷം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളത് ഈ സംഘർഷമൊക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പ് അവിടെ ചെന്നെന്ന് പറഞ്ഞതാ. ഞങ്ങളത് എസ്കലേറ്റ് ചെയ്യാൻ പോയവരല്ല. ഞങ്ങൾ രാവിലെ വടകരയിലെ കൺവെൻഷൻ കഴിഞ്ഞ്, ഞങ്ങൾ നാദാപുരത്തെ കൺവെൻഷൻ കഴിഞ്ഞ്, കൊയിലാണ്ടിയിലെ കൺവെൻഷൻ കഴിഞ്ഞ്, ശബരിമല ജാഥയുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ യോഗം പേരാമ്പ്രയിലെ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്തതിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അതിന്റെ തലേ ദിവസം മുതൽ അവിടെ ഉണ്ടാവുന്ന പോലീസ് അട്രോസിറ്റീസിന്റെ കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കുക, ഞാൻ അവിടെ വന്നിട്ടാണ് സംഘർഷം ഉണ്ടായത്. ഞാൻ അവിടെ ചെല്ലാത്ത തലേ ദിവസം പോലീസ് അവിടെ നടത്തിയ കാര്യങ്ങൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലേ? 6 റൗണ്ട് ടിയർ ഗ്യാസും ഗ്രനേഡും അവിടെ പോലീസ് ഉപയോഗിച്ചത്. അവിടെ ഒരു കോളേജ് ഇലക്ഷൻ ജയിച്ചിട്ട് 25 വോട്ടിന് ചെയർമാൻഷിപ്പ് ജയിച്ച 3 തവണയാണ് കോളേജിനകത്ത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇത് എണ്ണിക്കുന്നത്. എന്ന് വെച്ചാൽ ജയിച്ചതിന്റെ ഒരു പ്രകടനം പോലും ടൗണിലേക്ക് ഇറങ്ങരുതെന്നുള്ള പിടിവാശി. ആ പ്രകടനം അന്ന് നടത്താൻ സമ്മതിച്ചില്ല. പിറ്റേ ദിവസം പെർമിഷൻ എഴുതി കൊടുത്ത് പിറ്റേ ദിവസം പെർമിഷൻ നടത്താൻ പ്രകടനം നടത്താൻ സമ്മതിക്കുന്നില്ല. അവിടെ അന്നും CPM പ്രകടനം നടത്തുന്നു, പിറ്റേ ദിവസം പ്രകടനം നടത്തുന്നിട്ട് FIR എഴുതി വെച്ചിരിക്കുകയാണ് 500ഓളം LDF പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞുപോയി. UDF പ്രകടനം നടത്തുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാവുന്നു, പിന്നെ നടയാത്രക്കാർക്ക് തടസ്സം ഉണ്ടാവുന്നു, അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു, ജനങ്ങൾക്ക്. ഇത് തൊട്ട് മുമ്പ് അവരുടെ പഠനത്തിൽ ഇതൊന്നും ബാധകമല്ല. FIR പോലും വല്ല പാർട്ടി സ്റ്റേറ്റ്മെന്റ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന പോലെയല്ലേ പോലീസ് അവിടെ കാര്യങ്ങൾ ചേർത്തത്. ഞങ്ങളത് എസ്കലേറ്റ് ചെയ്യാൻ പോയതല്ല, പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇനി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ മർദ്ദനം എനിക്ക് ഏറ്റിട്ട് എന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്ര മൃഗീയമായ ആക്രമണം ഏറ്റിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപന്തരീക്ഷം ഞങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ചോ? ഞാൻ ആ മർദ്ദനമേറ്റ ഉടനെ ആശുപത്രിയിലേക്ക് ഓടി പോവാത്ത എന്തേന്ന് ചോദിച്ചു. എനിക്ക് മൂക്കിന്റെ പാലാപ്പ് പൊട്ടിയെന്നൊന്നും അറിയില്ല, ചോര വരുന്നത് ഞാൻ അനുഭവിച്ചു, എനിക്ക് അറിയുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സീനിൽ നിന്ന് ഓടിപ്പോയാൽ അവിടെ പിന്നെ ഉണ്ടാവും പോകുന്ന എല്ലാ സംഘർഷങ്ങളും അവിടെ അപകടം സൃഷ്ടിക്കുന്നത് കൊണ്ട് അവിടെ പ്രവർത്തകരോട് പിരിഞ്ഞു പോകണം, ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു, ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചെയ്യുമെന്നും പറഞ്ഞ ആളുകളെ പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ രണ്ടാൾ അവിടുന്ന് പോരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇതുപോലൊരാൾക്ക് പരിക്ക് പറ്റിയിട്ടും പോലീസിന്റെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് പൊട്ടിയതും ഉണ്ടായിട്ടുള്ള ഒരു പരിക്കല്ലാതെ ഒരു പോലീസുകാരന് പോലും അവിടെ അഡീഷണൽ ആയിട്ട് പരിക്കേറ്റോ? ഇന്നലെയൊക്കെ ചില പോലീസുകാരുടെ വിഷ്വലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. പ്രകോപനമായിരുന്നു നമ്മുടെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ അവിടെ ഉണ്ടായോ? അപ്പൊ അവിടെ ആ നാടിന്റെ പേരാമ്പ്രയുടെ സമാധാനം കളയാതിരിക്കാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ആ ദിവസം നടത്തിയതെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അന്ന് ഒരു മാധ്യമ പ്രവർത്തകനോട് SP വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു മർദ്ദനം നടന്നിട്ടേ ഇല്ല, അല്ലെ? ഒരു മാധ്യമ പ്രവർത്തകനോട് SP വിളിച്ചിട്ട് പറഞ്ഞു ഒരു മർദ്ദനം നടന്നിട്ടേ ഇല്ല. അപ്പത്തേക്കും വ്യാജ പ്രചരണങ്ങൾ ആരംഭിക്കുക. ആ വ്യാജ പ്രചരണങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അവിടെ ലാത്തി ചാർജ് നടന്നു അറിയാഞ്ഞിട്ടൊന്നുമില്ല, ബോധപൂർവം ഈ ചർച്ചകളെല്ലാം വേറൊരു തരത്തിൽ വഴിതിരിച്ചു വിടാനുള്ള ഇവരുടെ അജണ്ടയായിരുന്നു. എന്നിട്ട് എന്തോ ഭാഗ്യത്തിനാണ് പിറ്റേ ദിവസം ഇതിന്റെ വിഷ്വല് പുറത്തു വന്നത്. അതുവരെ മർദ്ദനം ഏറ്റിട്ടില്ല, അത് മഷിയാണ്, പെയിന്റാണ്, കുപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവർ പിന്നെ അത് മാറ്റി പറയേണ്ടി വന്നു. അതുവരെ അങ്ങനെ ഒരു സീനേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പിന്നെ റൂറൽ SPക്ക് ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ടു. പോലീസിലെ ചില ആളുകൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല, അതിന്റെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിന്റെ സൈറൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഈ നാട്ടിലൊരു റൂറൽ SP പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഇതിനെ വേറെ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലെ റീസൺ എന്താ? റീസൺ ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കണം, മറ്റേത് ചർച്ചയാവരുത് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു AI ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ പ്രതിയെ കണ്ടെത്തുമെന്നുള്ളത്. എന്തേ AI ടൂൾ സർക്കാരിന്റെ പണി മുടക്കിയോ? എന്താ ഇതുവരെ അടിച്ച ആളെ കണ്ടെത്താത്തത്? എന്താ നടപടിയെടുക്കാത്തത്? റൂറൽ SPയുടെ ആ സ്റ്റേറ്റ്മെന്റിന് ആരുടെ ഭീഷണിക്ക് വഴങ്ങിയായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകാതിരുന്നത്? ഞാൻ നിങ്ങളുടെ വാർത്തകൾ കണ്ടു. ആ അന്വേഷണം അവസാനിപ്പിച്ചു. എന്താ മരവിപ്പിക്കാൻ കാരണം? എന്തിനു വേണ്ടിയാ അന്വേഷണം മരവിപ്പിച്ചത്? അപ്പൊ അതിന്റെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ആണ്. AI ടൂൾ ഉപയോഗിച്ച് കുഴപ്പമുണ്ടാക്കിയത് ആരാണെന്ന് കണ്ടെത്തുമെന്ന് റൂറൽ SP പറഞ്ഞതിന്റെ തൊട്ട പുറകെ അത് കണ്ടെത്തരുത്, അത് പുറത്തുവിടരുതെന്നുള്ള CPMന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഗവൺമെന്റിൽ ഇരിക്കുന്നവർ കൊടുക്കുന്നതിന്റെ പേരിലല്ലാതെ AI ടൂൾ പണി മുടക്കിയതാണെങ്കിൽ ഇവർ പറയണം.
ഞാൻ ICU നിന്ന് മാറ്റി റൂമിലേക്ക് വന്ന സമയത്ത് പോലീസ് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 2 മണിക്ക് കാണാന്ന് എന്റെ കൂടെ നിൽക്കുന്ന ആളോട്. അപ്പൊ ഡോക്ടർ വന്നിട്ട് എന്തോ രാവിലത്തെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ടായിരുന്നു, കാണാന്ന് പറഞ്ഞു. ഇതുവരെ പോലീസിന്റെ അടുത്ത് വന്നിട്ടില്ല, ഇതുവരെ മൊഴി എടുത്തിട്ടില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല, ഇതുവരെ ഒരു കേസ് എടുത്തതായിട്ടുള്ള അറിയിപ്പ്, രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ അതൊക്കെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച റൂറൽ SP-യുടെ വീഡിയോ പുറത്തു വന്ന ശേഷം പിന്നെ ആരുടെ ഇടപെടലാണ് ഇത് ചെയ്യരുതെന്നുള്ള നിർദ്ദേശം ആരാണ് കൊടുത്തത്? എന്ന് വെച്ചാൽ ഇത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വയലൻസിനെ അടക്കി നിർത്താൻ ഉണ്ടായിട്ടുള്ള അക്രമമല്ല, ഇത് പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ്. അതിന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഒരു കാര്യം, ഈ വിഷ്വല് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. ഈ വിഷ്വലില് നിങ്ങൾ നോക്കുക. ആദ്യം എന്റെ തലയിൽ അടിക്കുന്നു, അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്റെ മൂക്കിലും അടിക്കുന്നു. അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി 3ാമത്തെ തവണയും ഡയറക്ഷൻ എന്നെ നോക്കി ആ ലാത്തി വീശാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ആ വിഷ്വല് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത സെക്കൻഡില് എന്റെ മുഖത്തേക്ക് അടിക്കുന്നു, അതെന്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ എങ്ങോട്ട് മാറുമ്പോ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എന്റെ തലയിലും മുഖത്തും അടിച്ച ആള്. പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം, തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ 3ാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക.